Hello friends, welcome back to my channel. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി ചകിരിനാര് പോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഡാമേജ്ഡ് ആയിട്ടുള്ള മുടി, പൊട്ടി വീഴുന്ന മുടി, പിന്നെ ഉള്ളില്ലാത്ത തിന്നായിട്ടുള്ള മുടി വളരാത്തത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമായിട്ട് ഞാൻ കുറച്ച് എണ്ണകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കാണിച്ചിട്ടുള്ള എണ്ണകളിൽ ഏതെങ്കിലും എണ്ണ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. മുടി നന്നായിട്ട് തഴച്ച് വളരാനും, പിന്നെ മുടി ഒരുപാട് ഫ്രിസി ആയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ടും, ഡാമേജ്ഡ് മുടി ശരിയാക്കാനായിട്ടും, സ്പ്ലിറ്റ് എൻസിന് അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഈ എണ്ണകളെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ എണ്ണകളെല്ലാം തന്നെ 100% നേച്ചുറലും അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് പ്രോസസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. നമ്മുടെ ആദ്യത്തെ ഓയിൽ വന്നിട്ട് ഫ്ലാക്സ് സീഡ് ഓയിലാണ്. ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഒരു എണ്ണയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണെന്നുള്ളത്. ഈ ഒരു എണ്ണ എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ മുടി ഒരുപാട് ചകിരിനാര് പോലെയുണ്ട്, മുടി പൊട്ടി വീഴുന്ന മുടിയാണ്, ഡാമേജ്ഡ് ഹെയർ ആണെന്നുള്ളവർക്ക് ഈ ഒരു എണ്ണ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സീറം അപ്ലൈ ചെയ്യുന്ന പോലെ ഈ എണ്ണ എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി ഒരുപാട് ചകിരിനാര് പോലെ ഉണ്ടെങ്കിൽ മാനേജബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ മുടിക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനായിട്ടും വളരെയധികം സഹായിക്കും. നമുക്ക് ഇട്ട ഉടൻ തന്നെ നല്ല ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്രീ കണ്ടീഷനിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം. അതായത് കുളിക്കുന്നതിന് ജസ്റ്റ് മുൻപ്, ഷാമ്പു ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് നമുക്ക് ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാവില്ല. ഷാമ്പു കാരണം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ കാരണം ഡാമേജസ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ആക്നെ മാറാനായിട്ടും ഈ ഒരു എണ്ണ വളരെയധികം സഹായിക്കും. ഇതിൽ ഒമേഗ 3 കണ്ടന്റ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു എണ്ണയ്ക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു എണ്ണ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, സ്കാൽപ്പിലുള്ള ബാക്ടീരിയ, ഫംഗസിനെയൊക്കെ കൊല്ലാനായിട്ടുള്ള കഴിവ് അതിന് കൂടുതലായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബി വിറ്റമിൻസും വിറ്റമിൻ ഇയും എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓവറോളായിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാക്സീഡ് ഓയിൽ യൂസ് ചെയ്യാം. ഒരിക്കലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഒരു യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫ്രിസ്സൊക്കെ തന്നെ നന്നായിട്ട് മാനേജബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അടുത്ത എണ്ണ എന്ന് പറയുന്നത് ആവക്കാഡോ ഓയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു ഓയിലാണ് ആവക്കാഡോ ഓയിൽ എന്ന് പറയുന്നത്. ഇതും 100% നേച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്, കോൾഡ് പ്രസ്ഡ് ആണ്. ഇത് നമുക്ക് ഈവൻ നമ്മുടെ ഫുഡിലും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഓയിലാണ്. ഇത് നമുക്ക് കുക്കിംഗ് ഓയിലായിട്ടും യൂസ് ചെയ്യാം. അകത്തോട്ട് കഴിക്കുന്നതും പുറത്ത് അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അവക്കാഡോ ഓയിൽ. ഇത് ആക്ച്വലി നമ്മുടെ വെളിച്ചെണ്ണയുടെ സെയിം ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഹെവി ആയിട്ടുണ്ടാവും, ഇത് വന്നിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റിൽ, ഹെയർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുടിയിഴകളിൽ മുകളിൽ കോട്ട് ചെയ്ത് നിൽക്കാതെ അകത്തോട്ട് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് നല്ല നറിഷ്മെൻറ്റ് തരുന്ന ഒരു എണ്ണയാണ് അവക്കാഡോ ഓയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുറത്തുള്ള പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഈ ഒരു എണ്ണ നമുക്ക് ലോ പോറോസിറ്റി മുടി തൊട്ട് ഹൈ പോറോസിറ്റി മുടി ഉള്ളവർക്ക് വരയ്ക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു എണ്ണയാണ്. ഇതിനകത്ത് നമുക്ക് വിറ്റമിൻ ഡി ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. ഈ ഒരു എണ്ണ നമുക്ക് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം. ഹെയർ ക്രീംസ് അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം വിടാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഓയിലാണ് അവക്കാഡോ ഓയിൽ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ഓയിൽ വന്നിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഉരുക്ക് വെളിച്ചെണ്ണയെ കുറിച്ചിട്ട് കേരളത്തിലുള്ളവർക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. പിന്നെ ഈ എണ്ണകൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ എണ്ണകളും ഞാൻ പർച്ചേസ് ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്.
അപ്പോൾ അതാണ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എന്തായാലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അത്രയ്ക്കും നല്ല എണ്ണകളാണ്. 100% കോൾഡ് പ്രസ്ഡും കൂടിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഹൊഹോബ ഓയിൽ. ഇതെങ്ങനെയാണ് പറയാമെന്നറിയില്ല. ജോജോബ ഓയിൽ അല്ലെങ്കിൽ ഹൊഹോബ ഓയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്യാം. ഈ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് ലോ ക്വാളിറ്റിയിലുള്ള ജോജോബ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ നല്ല കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് നല്ല പ്യുവർ ആയിട്ടുള്ള ജോജോബ ഓയിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ഞാൻ വാങ്ങിയിട്ടുള്ള ജോജോബ ഓയിൽ കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മാത്രം പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമുക്ക് വേറെ എണ്ണകളിൽ കാരിയർ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണകളിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീംസിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫേസ് ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ, ബോഡി ലോഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് മാത്രം ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് വന്നിട്ട് ബദാം എണ്ണയാണ്. അപ്പോൾ ഈ ഒരു എണ്ണ നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ഇതിനകത്ത് വൈറ്റമിൻ ഇ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മുടി ഒരുപാട് ഫ്രിസി ആയിട്ടുണ്ടെങ്കിൽ മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനായിട്ടും ഈ ഒരു എണ്ണ സഹായിക്കും. ഇത് മുടിയിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഉള്ളവർ മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. സ്കിൻ ടോൺ വന്നിട്ട് നല്ല ഈവൻ ആക്കാനായിട്ടും ഇത് സഹായിക്കും. നമ്മുടെ നെയിൽസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല പല ഗുണങ്ങളാണ് നമുക്ക് ആൽമണ്ട് ഓയിലുള്ളത്. വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്കും നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വന്നിട്ട് 100% പ്യുവർ ആയിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. കോൾഡ് പ്രസ്ഡ് ഓയിലാണ്. ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ഓയിൽസും കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. കോൾഡ് പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ ഒരുപാട് ഹീറ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു മെത്തേഡാണ് ഈ മരം കൊണ്ട് ഇങ്ങനെ ആട്ടിയെടുക്കില്ല. പണ്ടൊക്കെ ആട്ടിയെടുക്കില്ല. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ കോൾഡ് പ്രസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആട്ടിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ, ഇപ്പോൾ ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബദാം എണ്ണ എടുക്കുകയാണെങ്കിൽ ബദാമിലുള്ള ആ ഒരു ഗുണങ്ങൾ ഉണ്ടാവില്ലേ ആ എണ്ണയിൽ, അത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ കമേഴ്ഷ്യലായിട്ട് വാങ്ങിക്കുന്ന ബദാം എണ്ണയോ അല്ലെങ്കിൽ അല്ലാത്ത ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഹീറ്റ് പ്രോസസ്സ് ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ അതിൽ കിട്ടില്ല. ഇങ്ങനെ കോൾഡ് പ്രസ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല പ്യുവർ ആയിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി നേച്ചുറലായിട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് കോൾഡ് പ്രസ്ഡ് ഓയിൽ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണ നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്കിതിൽ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ അവക്കാഡോ ഓയിലും ആണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമുക്ക് ആമസോൺ സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഓയിൽസ് എല്ലാം തന്നെ വാങ്ങിയത്. മാക്സിമം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഓൺലൈൻ ഷോപ്പിങ്ങിലാണ്, ആമസോണിൽ നിന്നല്ല ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് റെയറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ കമ്മിങ് 18th നമുക്ക് ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. വാർഡ്രോബ് റിഫ്രഷ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സെയിലാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഓഫേഴ്സിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതായത് എസ്പെഷ്യലി ഫാഷനിൽ അതുപോലെ തന്നെ ബ്യൂട്ടിയിലൊക്കെ തന്നെ പ്രൈം മെമ്പേഴ്സിന് 17ന് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.